ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ എപ്പോഴും വീട്ടിൽ വെച്ചാണല്ലോ നമ്മൾ ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ കുറച്ചെന്തെങ്കിലും വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പുറത്ത് പോയാണ് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഒന്ന് കണ്ടാലോ. അപ്പോൾ ബർത്ത്ഡേയുടെ തലേന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ ഇക്കാടെ സിസ്റ്ററും മക്കളും എല്ലാവരും വീട്ടിലുണ്ട്. വാവക്ക് ഡ്രസ്സ് എടുക്കണം, പിന്നെ അവർക്ക് എന്തോ ഗിഫ്റ്റ് വാങ്ങാനായിട്ടുണ്ട്, പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഡെക്കോർ ഐറ്റംസ് മേടിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ വേണ്ടിയായിട്ടാണ് പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അസറിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോത്തീസിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോത്തീസ് ആകുമ്പം മോൻ്റെ ഡ്രസ്സും പിന്നെ ഗിഫ്റ്റും എല്ലാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്നത്. അപ്പോൾ ആദ്യം പോയത് നമ്മുടെ കിഡ്സിൻ്റെ സെക്ഷനിലാണ്. ടോയ്സും ഡ്രസ്സും എല്ലാം ആ ഒരു ഫ്ലോറിൽ തന്നെയാണുള്ളത്. അപ്പോൾ അവർ ഒരു ബൈക്ക് മേടിച്ച് തരാൻ വേണ്ടി ഇരിക്കുവാണ് ഇക്കാടെ സിസ്റ്റർ. അപ്പോൾ ഞങ്ങളങ്ങനെ ബൈക്ക് നോക്കിയിട്ടിരിക്കുവാണ്. അപ്പോൾ പോയപ്പോൾ തന്നെ മോന് ആദ്യം ഒരു റെഡ് കളർ ബൈക്ക് അവന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ ടോയ്സിൻ്റെ നല്ല കളക്ഷൻസാണ്. എല്ലാ ടോയ്സും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും തന്നെയാണ്. എല്ലാം കാറായാലും ബൈക്കായാലും സൈക്കിൾസും എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടിരുന്നപ്പോഴത്തേക്ക് റെഡിനേക്കാളും കുറച്ച് വെറൈറ്റി കളറായിട്ട് ഇതാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ ഇതൊരു ബുള്ളറ്റ് മോഡലാണ്, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുമാണ്. അപ്പോൾ പിന്നെ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും റെഡും യെല്ലോ ഒക്കെ ആണല്ലോ നല്ല കിഡ്സിന് വേണ്ടി എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ വെറൈറ്റി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു കളറാണ് എടുത്തത്. ഇതൊരു ലൈറ്റ് ക്രീം കളറാണ്. അപ്പോൾ അവരുടെ ഗിഫ്റ്റ് അവിടെ പാക്ക് ചെയ്തിട്ടിരിക്കുവാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഇക്കാടെ ഉമ്മ മേടിച്ചു കൊടുത്തതാണ്. അപ്പോൾ ആളതും വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ബൈക്കല്ലാതെ വേറൊരു സൈക്കിളും കൂടെ ഇവിടെ മോക്ക് വേണ്ടി എടുക്കണമായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിയിട്ടിരിക്കുവാണ്. ഇത് ഇക്കാടെ സിസ്റ്ററിൻ്റെ മോക്ക് വേണ്ടി എടുത്തതാണ് സൈക്കിള്. അപ്പോൾ അടുത്തതായിട്ട് മോന് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേടിച്ച ഡ്രസ്സ് ഞാൻ എന്തായാലും ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളുടെ ബർത്ത്ഡേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ പോകുന്നതിന് മുമ്പേ തന്നെ കേക്കിൻ്റെ ബേസ് ഞങ്ങൾ ചെയ്ത് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ വന്നിട്ട് ഇനി ബാക്കി ക്രീമൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. മുകളിൽ ജെംസൊക്കെ ഇട്ടിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സാധാരണ എല്ലാവരും ചോക്ലേറ്റിൻ്റെ കിറ്റ്കാറ്റാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ കിറ്റ്കാറ്റാണ് ലെയർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്കിനെ ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നാളെ ആകുമ്പോൾ നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടിരിക്കുവാണ് മോന്. അപ്പോൾ ഇത് ഇന്നലെ മേടിച്ച് അവിടെ വെച്ചിട്ടിരുന്ന ഗിഫ്റ്റായിരുന്നു. എല്ലാം ഇന്ന് തന്നെയാണ് കൊടുത്തത് എല്ലാവരും.
അവനെല്ലാ ഗിഫ്റ്റിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബൈക്കാണ്. അപ്പോൾ ബൈക്ക് എടുത്ത് കൊടുക്കാൻ ഇന്നലെ ആൾ കരഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ ആ സെലിബ്രേഷൻ അന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മാറ്റിയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് കൊടുത്തപ്പോൾ ആൾക്ക് നല്ല ഹാപ്പിയായി. അപ്പോൾ ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട്. നമ്മളിപ്പോൾ പുറത്ത് പോകാൻ വേണ്ടി, ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി എല്ലാവരും റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൽ നിന്ന് കുറച്ച് അടുത്തോട്ട് തന്നെയുള്ള റെസ്റ്റോറൻറ്റ് തന്നെയാണ്. അപ്പം എല്ലാവരും മന്തി ലവേഴ്സാണ്. ഇവിടെ മന്തിയാണ് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കുഴിമന്തി കഴിക്കാമെന്നും പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത്. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവിടെ അവരൊന്ന് സെറ്റാക്കുവാണ്. ഇപ്പോൾ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അകത്ത് അവർ സെറ്റാക്കിയിട്ടിരിക്കുവാണ്. അപ്പോൾ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്തത് കുഴിമന്തിയും പിന്നെ കുട്ടികൾക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ നൂഡിൽസുമാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഞങ്ങൾ ബീച്ച് എത്താറായിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ഇതുവരെ പുറത്ത് പോയി ആരുടെ ബർത്ത്ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ പുറത്ത് പോയി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് സെലിബ്രേഷൻ എങ്ങനെ ചെയ്യും, എവിടെയാണ് നമ്മൾ ബലൂണൊക്കെ കിട്ടും, അതിൻ്റെയൊക്കെ കൺഫ്യൂഷനുണ്ട്. എങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, ഇത് സോമതീരം ബീച്ചാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഏകദേശം ഒരു 13 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ബീച്ച് വരുന്നത്. അപ്പോൾ ഇത് ബീച്ചിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് വഴിയാണ് പോകുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ പോയിരുന്ന സമയത്ത് ഞങ്ങൾ ബാക്ക് സൈഡ് വഴിയാണ് പോയത്. അപ്പോൾ ഫ്രണ്ട് വഴി പോകുന്നത് കാർ നമുക്ക് ബീച്ചിൻ്റെ സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ കാറൊക്കെ കൊണ്ട് പാർക്ക് ചെയ്തു. അപ്പോൾ അകത്ത് ബലൂണൊക്കെ ഞങ്ങളൊന്ന് ഊതി വീർപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ബലൂണൊക്കെ കെട്ടാനായിട്ട് വേറെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. അപ്പോൾ കാറിൻ്റെ പുറത്ത് തന്നെ ബലൂണും ബർത്ത്ഡേ ആ ഒരു ബലൂണും എല്ലാം കെട്ടിയിട്ട് അവിടെ വെച്ച് തന്നെ കേക്ക് കട്ട് ചെയ്യാം എന്ന രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം കാറിൻ്റെ പുറത്ത് തന്നെ കെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബീച്ച്. തൊട്ടടുത്തായിട്ട് തന്നെ, പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ബീച്ച്. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്ക് കട്ട് ചെയ്തതിൻ്റെ സ്പ്രേ അടിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവിടെ പുറകെ നിന്ന് ആരോ സ്പ്രേ ചെയ്ത് കൊടുത്തു.
നേരം ക്ഷമയോടെ അതിൻ്റെ മുകളിലിരിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. പക്ഷെ അവൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. കട്ട് ചെയ്യാനും എല്ലാവർക്കും കേക്ക് കൊടുക്കാനും ചോക്ലേറ്റ് കൊടുക്കാനും ഒക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വീട്ടിലായിരുന്നെങ്കിൽ കേക്ക് കട്ട് ചെയ്ത ഉടനെ അവൻ കളിക്കാനായിട്ട് ഓടിപ്പോയേനായിരുന്നു. ഈ ഒരു വ്യൂവും ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ബീച്ചിൽ വന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ ബേബിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് സെലിബ്രേഷനൊക്കെ ആയതുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് അവരെ ക്ഷണിച്ചായിരുന്നു. അപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളാരെയും ഒരുപാട് പേര് ബീച്ചിലുണ്ടായിരുന്നിട്ട് ഞങ്ങൾ ആരെയും ക്ഷണിച്ചില്ലായിരുന്നു. അപ്പോൾ അവർക്ക് ചിലപ്പോൾ വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരിക്കുമോ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പേടിയാണല്ലോ, അതുകൊണ്ട് ആരെയും ക്ഷണിച്ചില്ല. പക്ഷേ ഇവരിങ്ങനെ നോക്കിയിട്ടിരുന്നു. ആ ബേബീനെ കൊണ്ട് ഇവർ തന്നെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മുടെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. ഇനി കുട്ടികൾ കുറച്ച് നേരം ഒന്ന് ബീച്ചിൽ കളിക്കാനായിട്ട് പോകാൻ വേണ്ടി വിടുവാണ്. അതിനുശേഷം ഞങ്ങളെ വീട്ടിലോട്ട് തിരിക്കും. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരുടെ ഫേസിലും കുറച്ച് ടയർഡ്നെസ്സൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ല ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈഫിലെ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഇതുപോലെ കിട്ടുന്ന കുറച്ച് നല്ല മൊമെൻറ്റ്സ് ആയിരിക്കും. നല്ല മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരിക്കും. ഫാമിലിയായിട്ട് നമ്മൾ കൂടിച്ചേർന്ന് എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഇതുപോലത്തെ നിമിഷങ്ങളായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹെൽത്തി ആൻഡ് ബൈ.